അപ്പൊ അതിനോട് കുഞ്ഞു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ റെസ്റ്റോറന്റിൽ എനിക്കാണെങ്കിൽ ഒരു ചായക്ക് 5 രൂപയാണ് പുറത്തെങ്കിൽ ഇതിനകത്ത് 50 യൂറോ ആണ്. 50 യൂറോ എന്ന് ഏകദേശം 5000 രൂപ വരെ എടുത്തിട്ടുണ്ട്. സായിപ്പ്മാരാണ് ഒരു ബഹുഭൂരിപക്ഷം. 99% എനിക്കാണെങ്കിൽ ഈ സായിപ്പ്മാർ തന്നെയാണ്. 1% ചിലപ്പോൾ എന്തെങ്കിലും ഏഷ്യൻസ് ഉണ്ടായിരുന്നു വരാം. ഇന്ത്യക്കാരൊക്കെ എനിക്കാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ ആരും റെസ്റ്റോറന്റിൽ കയറുന്നില്ല, കാരണം വില ഭയങ്കര കൂടുതലല്ലേ. അപ്പോ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന് ആൾക്ക് എന്തായാലും അതിനകത്ത് കയറി ചായ കുടിച്ചേ തീരുന്നുള്ളൊരു വാശി വന്നു. അപ്പൊ ഓക്കെ എന്നോട് വാശി വന്ന പിന്നെ ഒരു കാര്യമില്ല. അപ്പൊ നമ്മളും കയറി, നമ്മളും ഓരോ ചായ ഓർഡർ ചെയ്തു. ഇവിടെ 50 യൂറോ കൊണ്ട് ഒരു ചായക്ക് വന്നു. ഇപ്പൊ 2 ചായ കോഫി, അപ്പൊ 2 കപ്പച്ചിനോ. അപ്പൊ 2 കഴിച്ചപ്പോ 100 യൂറോ, ഒരു 10,000 രൂപ 2 കാപ്പിക്ക് എന്ന് പറയുമ്പോ ഒരു അതെ കുടിച്ച് തീർത്തന്നെ പറ്റുള്ളൂ എന്നുള്ള പോലെ. അപ്പൊ എനിക്കവിടെ പല സായിപ്പ്മാരും വന്ന് നോക്കുന്നുണ്ട്. വില കണ്ടിട്ട് അവര് തിരിച്ചു പോവാ. നമ്മൾ ദുബായിലേക്കുള്ള സമയത്ത് മിക്കവാറും സായിപ്പ്മാരിക്കും, നമ്മൾ നോക്കിയിട്ട് വില പറഞ്ഞിട്ട് നോക്കണം. നമ്മള് നേരെ തിരിച്ചായി. അതും സാധാരണ കപ്പലൊന്നും അല്ല, കുറച്ചൊരു പ്ലാസ്റ്റിക്കിന്റെ ഞാൻ കൊടുന്നു. കാരണം അതൊരു മെമ്മറി എന്നുള്ള പോലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈഫൽ ടവറിന്റെ താഴേക്ക് അവർക്ക് എത്താൻ പറ്റും. ഈഫൽ ടവറിന്റെ മേളിലേക്ക് കയറുന്നത് എനിക്കുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാരിലേക്കാണ് വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ഫീറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് വളരെ ഒരു എന്താ പറയാ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിട്ട് തോന്നുന്നു. ലോക അത്ഭുതങ്ങളിൽ ഒന്നിനെ അതെ ലോകം അതിനുള്ളിൽ അതൊരു നല്ല കാര്യമായിരുന്നു.